ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തന്നെ ദാസേട്ടന് നല്ലപോലെ ഇഷ്ടമായ ലക്ഷണ. താ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? തന്റെ പേരിനേക്കാളും പുള്ളി മോളെന്നാ വിളിച്ച്. പാവം, മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. കാണും. പുള്ളിയുടെ മക്കളൊന്നും ഇതുവരെ കാണാൻ വന്നില്ലല്ലോ. എന്തൊക്കെ മനുഷ്യരാണ് ചുറ്റിനും. എന്നാലും സ്വന്തം അച്ഛനല്ലേ, ഒന്ന് അന്വേഷിക്കാനോ കാണാനോ തോന്നുന്നില്ലല്ലോ ഇവറ്റകൾക്ക്. ഹാ, ഇതുപോലത്തെ മക്കളുണ്ടെങ്കിൽ വയസ്സാങ്കാലത്ത് ഗോവിന്ദ. എന്തിനാണാവോ ഇതുപോലത്തെ മക്കളെയൊക്കെ സൃഷ്ടിക്കുന്നത്? അല്ലെങ്കിൽ താനൊന്ന് ഓർത്തു നോക്കി, ആക്സിഡന്റ് നടന്ന കാര്യോ ദേ ഇപ്പൊ ഫാം ഹൗസിലെ താമസം എന്നുള്ള കാര്യോ എല്ലാം മോളെ വിളിച്ച് പറഞ്ഞെന്നല്ലേ പറഞ്ഞത്? ഇതൊക്കെ അറിഞ്ഞിട്ടും ആ മോളൊന്ന് തിരിഞ്ഞു നോക്കിയോ? ഇല്ല. ഒന്നുമില്ലെങ്കിൽ സ്വന്തം അച്ഛനല്ലേ. ഇവളെയൊന്നും മക്കളെന്നല്ല വിളിക്കേണ്ടത്. ദാസേനോട് കാണിക്കുന്നതിനൊക്കെ ആ പെണ്ണ് അനുഭവിക്കും. അനുഭവിച്ച ചാവൂ. താനൊന്ന് നിർത്തുന്നുണ്ടോ? അതിന് സ്ഥലത്തില്ല. അതല്ല, കുറെ നേരം ആയല്ലോ ഇരുന്ന് വലിയ ഡയലോഗ് അടിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൾ വരാത്തതിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും. തനിക്കറിയോ അവരുടെ അവസ്ഥ എന്താന്ന്? അപ്പൊ അവിടെ മിണ്ടാതിരിക്കേ. വെറുതെ ഓരോന്ന് പറഞ്ഞോളൂ. താൻ ഇരുന്ന് ചിലക്കാതെ വണ്ടി വേഗം ഓടിച്ചേ. ഇപ്പൊ തന്നെ ലേറ്റായി. ഹലോ. ഹലോ, നീ എവിടെയാ? അത് ഞാൻ അല്പം ദൂരെയാ. നീ എവിടെയായിരുന്നാലും എനിക്ക് ഏർജന്റ്ലി കുറച്ച് കാശ് ആവശ്യമുണ്ട്. ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ബുദ്ധിമുട്ടും ജീവിത സാഹചര്യങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പൈസക്ക് പൈസ തന്നെ വേണ്ടേ? ഞാനൊന്ന് നോക്കട്ടെ. നോക്കട്ടെ എന്ന് പറഞ്ഞാ പോരാ, നാളെ തന്നെ വേണം. ദേ, എന്നെ വെറുതെ ഇനി വിളിപ്പിക്കരുത്. ഇത്രയും നേരം ചൊറിഞ്ഞോണ്ടിരുന്ന ആള് ഫോൺ വന്നപ്പോ എന്താ സൈലന്റ് ആയത്? ഒന്നുമില്ല. പറയാൻ വയ്യെങ്കി വേണ്ട.